ഏത് പ്രായക്കാർക്കും കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഈ ഗ്ലൂട്ടത്തയോൺ ഓയിൽ. നമ്മുടെ ശരീരം മുഴുവൻ നിറം വെക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കരിവാളിപ്പ് മാറാനായിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ ശരീരത്തിൽ ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും, അതേപോലെ മൊരിച്ചിലൊക്കെ ഉണ്ടാവും. ആ ഒരു മൊരിച്ചിലൊക്കെ മാറ്റി സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ നിറം വെക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. ഈ ഒരു വിൻ്റർ സീസണിൽ എല്ലാവരുടെയും സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിരിക്കും, അതേപോലെ നല്ല മുരിച്ചിലൊക്കെ ഉണ്ടാവും. ആ ഒരു മുരിച്ചിലൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിന്നിലെ കരുവാളിപ്പ് മാറാനായിട്ടും സൺടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഏത് പ്രായക്കാർക്കും കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. ഇത് നിങ്ങൾക്ക് ഡെയിലി തേച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. ഈ ഒരു സീസണിൽ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ കിട്ടുവാണെങ്കിൽ അതെടുക്കുക. പ്യുവർ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കിവിടെ മില്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മില്ലിൽ പോയി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാൻ ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ്. അത് ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്, അതും ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് വേണ്ടത് ഓറഞ്ചാണ്. ഓറഞ്ച് നമ്മൾ എടുക്കുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയും അതിൻ്റെ ഉള്ളിലെ അല്ലിയും കൂടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. അപ്പം ഞാനിവിടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പാനും എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടിയെടുക്കണം. അടുത്തായിട്ട് ബീട്രൂട്ട് അരച്ചത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഓറഞ്ച് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഓറഞ്ച് അരയ്ക്കുമ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ ഉള്ളിലെ അല്ലികളും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ തോലും ഉൾപ്പെടെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നതാണ്. തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ തക്കാളിയുടെ തോല് കളയാതെ തോലോടുകൂടി തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു എണ്ണ തിളയ്ക്കുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും തന്നെ ഇളക്കി കൊടുക്കുക, അതാണ് നല്ലത്. അതേപോലെ തന്നെ തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഈ ഒരു ഓയിൽ 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഓയിലാണ്. ഈ ഒരു ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓയിലാണ്. വിൻ്റർ സീസണിൽ നമ്മൾ ഡെയിലി ഓയിൽ തേച്ച് കുളിക്കുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓയിൽ പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പൊറ്റനില്ല, ആ ഒരു പൊറ്റൻ നന്നായിട്ട് തരിയായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഓയിൽ പാകമാകുക. നമ്മുടെ ആ ഒരു മിക്സിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം അതിൻ്റെ പൊറ്റൻ. ഇതിൻ്റെ ആ ഒരു പൊറ്റൻ കളറൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് പാകമാകുമെന്ന് നോക്കുന്നത്, നമ്മൾ കുറച്ചെടുത്തിട്ട് കയ്യിൽ പിടിച്ച് നോക്കണം. കയ്യിൽ പിടിക്കുമ്പോൾ തരിതരിപ്പുണ്ടെങ്കിൽ ആ ഒരു പൊറ്റൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ്.
ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടോ അരിപ്പ ഉപയോഗിച്ചിട്ടോ നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഞാനിത് അരിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ഓയിൽ മാത്രമല്ല കേട്ടോ, കുറച്ച് ഓയിൽ ഞാൻ വേറൊരു ബോട്ടിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചെടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെറിയൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അടിപൊളി ഓയിലാണ്, നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.